ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം ലൈംഗിക സ്വപ്നങ്ങളുമായിട്ട് ചേർന്നുള്ള ചിന്തകളാണ്. കഴിഞ്ഞ 5 എപ്പിസോഡിലെ പല കാര്യങ്ങൾ ഇത് സംസാരിക്കാൻ വേണ്ടി ചേർത്ത് പറയായിരുന്നു. നമ്മൾ ഈവിൾ ഓൾട്ടേഴ്സിനെ കുറിച്ച് സംസാരിച്ചു, അതിൻ്റെ ഡെലിവറൻസ് നമ്മളെടുത്തു. അതുപോലെ തന്നെ ആത്മാവ് അല്ലെങ്കിൽ സ്പിരിറ്റ് എങ്ങനെയാണ് ഇതിനെ ടച്ച് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു. ഏതാണ് ഈ ലോകത്തിലുള്ള മാറ്ററിലെ ടച്ച് ചെയ്യുന്ന കാര്യമൊക്കെ നമ്മൾ സംസാരിച്ചു. ഇന്ന് സെക്ച്വൽ ഡ്രീംസിനെ കുറിച്ച് ചില കാര്യങ്ങൾ, എന്തുകൊണ്ടാണ് സെക്ച്വൽ ഡ്രീംസ് ഉണ്ടാകുന്നത്, ഈ സെക്ച്വൽ ഡ്രീംസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ആദ്യം പറയാം. ഈ സെക്ച്വൽ ഡ്രീംസ് എന്ന് പറയുമ്പോൾ നോർമലി സംഭവിക്കുന്നത് നമ്മളെ കൂടെ ഉറക്കത്തിൽ നമ്മൾ വേറൊരു വ്യക്തിയുമായിട്ട് ചേർന്ന് ഓപ്പോസിറ്റ് സെക്സുമായിട്ടുള്ള ഒരു ചേർന്നിട്ടുള്ള ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും അതനുസരിച്ച് ബീജം അല്ലെങ്കിൽ അണ്ഡം അതിനകത്ത് ഒരു ഡിസ്ചാർജ് വരികയും ചെയ്യുന്ന ഒരു സ്റ്റേജിനാണ് മിക്കവാറും ഈ സെക്ച്വൽ ഡ്രീംസ് വരുന്നത്. ഇതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത്, ഈ നേരത്തെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ സംസാരിച്ചാണ്, സ്പിരിച്വൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചാണ്. സുക്കുബേസ് ആൻഡ് ഇൻക്യുബസ് എന്ന് പറയുന്ന അങ്ങനെയാണ് പറയുന്നത്, 2 ഡെമൺസ് അതിനകത്ത് ഇൻവോൾവ് ആണ്. ആ ഡെമൺസ് ഈ ബീജം അല്ലെങ്കിൽ അണ്ടത്തെ കൊണ്ടുപോയി ഈ അവരുടെ ബലിപീഠത്തിൽ കൊണ്ടുപോയി സാക്രിഫൈസ് ചെയ്യും എന്നുള്ളൊരു ചിന്തയാണ് അതിനകത്ത് വരുന്നത്. അതായത് അവർ കൂടുതൽ സ്ട്രോങ് ആയും. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, സ്വപ്നങ്ങൾ കാണും, രാവിലെ എഴുന്നേൽക്കുമ്പം ഈറോട്ടിക്കായിട്ടുള്ള സ്വപ്നങ്ങൾ കണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പം ഗിൽറ്റി കോൺഷ്യസ് ആയി, പിന്നെ ചിലപ്പോൾ പ്രാർത്ഥിച്ചിട്ടൊന്നും ഉത്തരം വരുന്നില്ല, ഇങ്ങനെയൊക്കെയുള്ള ഒരു ജീവിതം. പിന്നെ നിരാശ വരിക, കാര്യങ്ങളൊന്നും ഉദ്ദേശിക്കുന്ന പോലെ സംഭവിക്കുന്നില്ല, രാവിലെ എഴുന്നേറ്റ് വരുമ്പം ഭയങ്കര ക്ഷീണം, അതുപോലെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. ഇത് നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും വിശുദ്ധി, ഇത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും വിശുദ്ധി ക്രിസ്ത്യൻ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. രാത്രിയിൽ പലപ്പോഴും ശത്രു വന്ന് ആക്രമിക്കും. ശത്രു എന്ന് പറഞ്ഞാൽ പിശാച് വന്ന് ആക്രമിക്കും. ശത്രു നിങ്ങളെ ആക്രമിച്ച് ശക്തി കുറഞ്ഞാൽ എന്താണ്, നിങ്ങളുടെ കുടുംബജീവിതത്തെയും പബ്ലിക് ലൈഫിനെയും എല്ലാം കയറി അവന് തകർക്കാൻ കഴിയും. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റാതെ പോകും. ചിലപ്പോഴിങ്ങനെ ഗിൽറ്റ് ഫീലിംഗ് വരും, നിങ്ങളുടെ അതോറിറ്റി നഷ്ടപ്പെട്ടു പോകും. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ ലൈംഗിക സ്വപ്നം വഴി അവൻ അച്ചീവ് ചെയ്യുന്നത്. പിന്നീട് ഈ ലൈംഗിക സ്വപ്നത്തിൻ്റെ അൾട്ടിമേറ്റായിട്ട് വരുമ്പോൾ നിങ്ങൾ സ്വപ്നം കണ്ടതിന് ശേഷം ഇത് കണ്ടിന്യൂസ് ആയിട്ട് കാണുമ്പോൾ നിങ്ങളതിനകത്ത് എൻജോയ് ചെയ്യും. പിന്നെ എന്നും കാണണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം തോന്നും. ആഗ്രഹം തോന്നുമ്പോൾ സ്വപ്നത്തിലൊക്കെ ആരെങ്കിലുമൊക്കെ പ്രത്യക്ഷപ്പെടും. ചിലപ്പോൾ പോലും ചില ഭാര്യയെ പോലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചില സ്ത്രീകളോ ചില പുരുഷന്മാരോ ഒക്കെ സ്വപ്നത്തിൽ വരും. വന്നു കഴിയുമ്പോൾ അതുമായി കഴിയുമ്പോൾ പിന്നെ നിങ്ങൾക്ക് ആ ഫിസിക്കൽ ഇൻറ്റിമസി അവരോട് തോന്നും. പിന്നെ അവരോട് പോയിട്ട് ഫിസിക്കലായിട്ട് അവരോട് ജോയിൻ ചെയ്യണം, അവരുമായിട്ട് ലൈംഗികത്തിൽ ഏർപ്പെടണമെന്ന് തോന്നും, അങ്ങോട്ട് നീങ്ങാനായിട്ട് തോന്നും. പിന്നെ അവിടെ ഒരു സോൾട്ടായി വരും. അവസാനം അവൻ കൂട്ടിച്ചോറാക്കി കയ്യിലിട്ട് വരും. ഇതാണ് ഇതിനകത്തുനിന്ന് വരുന്ന കാര്യം. അതുകൊണ്ട് ഇത് കാണുമ്പോൾ നമ്മൾ അതിൽ നിന്ന് ഡെലിവറൻസ് എടുക്കണം. 91-ാം സങ്കീർത്തനത്തിൻ്റെ 5-ാം വാക്യത്തിലെ രാത്രിയിലെ ഭയത്തെ നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല എന്നാണ് എഴുതിയിരിക്കുന്നത്. രാത്രിയിലെ ഭയം എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? രാത്രിയിലെ ഭയം എന്ന് പറഞ്ഞാൽ രാത്രിയിൽ വരുന്ന പേടിപ്പെടുത്തുന്ന പൈശാചി അറ്റാക്കുകൾ. ഈ സ്വപ്നങ്ങളും ത്തെക്കുറിച്ചൊക്കെ നേരത്തെ ഞാൻ സംസാരിച്ചാണ്. രാത്രിയിലെ പാമ്പിനെ കാണുന്നു, സ്വപ്നം കാണുന്നു, പേടിക്കുന്ന സ്വപ്നം കാണുന്നു. ഇതൊന്നും നിങ്ങൾക്ക് പേടിക്കാനായിട്ടില്ല. ആർക്കാണ് പേടിക്കാനായിട്ടില്ലാത്തത്? ദൈവത്തിലെ കോൺഫിഡൻസ് ഉള്ളവർക്കാണ് അത് പേടിക്കാനായിട്ടില്ലാത്തത്. എല്ലാവർക്കും പേടിക്കാൻ പറഞ്ഞിട്ടില്ല. ദൈവത്തിൽ കോൺഫിഡൻസ് 1-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. യഹോവയെക്കുറിച്ച് അവൻ എൻ്റെ സങ്കേതവും കോട്ടയും, ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയുന്നു. അപ്പോൾ ഈ അത്യുന്നതന്റെ മറവിൽ വസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളമാണ് അവർക്ക് ഒന്നും പേടിക്കാനില്ലാത്ത. അല്ലാത്തവർക്ക് പേടി വരും, ഭയം വരും. അത്യുന്നതന്റെ മറവിൽ ഇരുന്നാൽ ഭയം ഉണ്ടാകുകയില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ 90% സെക്ച്വൽ ഡ്രീംസും പിശാച് കൊണ്ടുവരുന്നതാണ്. 90 എന്ന് പറയാം, സെക്ച്വൽ ഡ്രീംസ് എല്ലാം തന്നെ പിശാചെന്ന് വേണമെങ്കിൽ പറയാം. മോസ്റ്റ് എന്ന് പറയാം. ചിലപ്പോൾ
അത് ചിലപ്പോൾ നിങ്ങൾക്ക് എൻകറേജിങ് ആയിട്ടുള്ളത് ഞാൻ പിന്നെ താഴോട്ട് പറയുമ്പം പറയാം. ചില സ്വപ്നങ്ങൾ നിങ്ങളുടെ മനസ്സിൽ സ്റ്റോർ ചെയ്യുന്ന ഇമേജ് അല്ലെങ്കിൽ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന കാര്യങ്ങളിൽ നിന്നാണ് പുറത്തു വരുന്നത്. പകൽ സമയത്ത് മുഴുവൻ അല്ലെങ്കിൽ ചിലപ്പോഴെങ്കിലും നിങ്ങളുടെ കണ്ണ്, മനസ്സ്, ചിന്തകൾ എല്ലാം തന്നെ ഈ സെക്ച്വൽ കണ്ടന്റിൽ കൂടി കടന്നു പോകുമ്പോൾ അത് സബ് കോൺഷ്യസ് മൈൻഡിൽ കിടന്നിട്ട് അതൊരു റീപ്ലേ പോലെ രാത്രിയിൽ വരും. അറിയാമല്ലോ, നിങ്ങൾ പകൽ കാണുന്ന കാര്യങ്ങളൊക്കെ സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കും. കാരണം പ്രോണോഗ്രഫി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. റീൽസൊക്കെ ഇപ്പോൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, റീൽസ് കണ്ടുകൊണ്ടിരിക്കും. ഓരോ റീൽസ് കണ്ട് പോകുമ്പോഴത്തേക്ക് അതിലെ കണ്ടന്റ് ഇച്ചിരിച്ച കൂട്ടി വരും. അങ്ങനെയാണ് വരുന്നത്. അങ്ങ് അവസാനം ഹാഫ് നേക്കഡാവും, ഫുൾ നേക്കഡാവും. ആ രീതിയിൽ വരുന്ന പ്രോണോഗ്രഫിയിലേക്ക് കയറുന്നത് ചില ഇമാജിനേഷൻസ് ഉണ്ട്. നമ്മളെ ചില ഇമാജിനേഷൻസ്, നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ ചില ആളുകൾ പിന്നെ എൻ്റെ കല്യാണത്തിന് മുമ്പൊക്കെ ഞാനിങ്ങനെ ഇത്തിരി ഇമാജിൻ ചെയ്യുമായിരുന്നു. ഏത് രീതിയിലായിട്ട് ഭാര്യ ആയിരിക്കേണ്ടതെന്നൊക്കെ ഇമാജിൻ ചെയ്യുന്ന രീതി, ആ ഇമാജിനേഷൻസ്, പിന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത തോട്ടുകൾ. ചിലപ്പോഴേ തന്നെ ചില ആളുകൾ വേറെ ചിന്തിക്കും, കല്യാണത്തിന് വെളിയിലൊക്കെ ചിന്തിക്കും. ഇതൊക്കെ തന്നെ സാത്താൻ്റെ വികാരരംഗങ്ങളായിത്തീരും. നമ്മുടെ ചിന്തകളിങ്ങനെ കാട് കയറി പോയിട്ട് അത് ഒരു നമ്മുടെ ചിന്താ മണ്ഡലത്തെ തന്നെ നശിപ്പിച്ചാണ്. ഇന്ന് പലർക്കും ചിന്തകളെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഞാൻ എപ്പിസോഡ് 2 ചെയ്തിട്ടുണ്ടായിരുന്നു, ഹൗ ടു കൺട്രോൾ യുവർ തോട്ട്സ് ആൻഡ് ഇമോഷൻസ്, എങ്ങനെ ചെയ്യണമെന്നുള്ളത്. അതുമായിട്ട് ചേർന്നൊരു വാക്യം ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്ന ഫിലിപ്പിയർ 4:8 ഫിലിപ്പിയർ 4:8 പറയുന്നത് എന്താണ്? ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും, വാട്ട് ഈസ് ട്രൂത്ത്, ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയായതൊക്കെയും ചിന്തിച്ചോളുവിൻ. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചിന്തിക്കണം. വാട്ട് എവർ ട്രൂ, വാട്ട് എവർ ഹോണസ്റ്റ്, വാട്ട് എവർ തിങ്സ് ആർ ജസ്റ്റ്, വാട്ട് എവർ തിങ്സ് ആർ പ്യുവർ, വാട്ട് എവർ തിങ്സ് ആർ ലവ്ലി, വാട്ട് എവർ തിങ്സ് ആർ ഓഫ് ഗുഡ് റിപ്പോർട്ട്, ഈസ് ദെയർ എനി വെർച്യൂ, ഈസ് ദെയർ എനി പ്രൈസ്, തിങ്ക് ഓൺ ദിസ് തിങ്. നമ്മൾ എന്തൊക്കെയാണ് ചിന്തിക്കുന്നത്? നമ്മുടെ ഹൃദയത്തിൽ കൂടി സെക്ച്വൽ ഇമ്പ്യൂരിറ്റി വരികയാണ്. ഈ പാപം ആദ്യം വരുന്നത് ഹൃദയത്തിലാണ്. മത്തായി 5:27-28 വാക്യങ്ങളിൽ വ്യഭിചാരം ചെയ്തത് എന്ന് അരുളി ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, സ്ത്രീയെ മോഹിക്കേണ്ടവൻ അവളെ നോക്കുന്നവൻ എല്ലാം ഹൃദയം കൊണ്ട് വ്യഭിചാരം ചെയ്തു പോയി. അപ്പോൾ ഈ വ്യഭിചാരം വരുന്നത് ഹൃദയത്തിലാണ്. അതിനാൽ ഹൃദയത്തിലെ ചിന്തകൾ വളരെ പ്രധാനമുള്ളതാണ്. അത് ഏറ്റവും പ്രധാനമാണ്, ഹൃദയത്തിലെ ചിന്തകൾ. തെറ്റായ ചിന്തകൾ വന്നാൽ അത് സെക്ച്വൽ ഡ്രീമിലേക്ക് നയിക്കും, അത് സെക്ച്വൽ ഡ്രീം ട്രിഗർ ചെയ്യും. അതുപോലെ ചെറുപ്പത്തിൽ നിങ്ങൾ അബ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അതുപോലെ ആരെങ്കിലും റേപ്പ് അഡ്വാൻസ്മെൻറ്റ് ചെയ്യാനായിട്ട് പോയിട്ടുണ്ട്, അതുപോലെ സെക്ച്വലായിട്ടുള്ള പെർവേർഷൻ, ഹോമോസെക്ച്വാലിറ്റി, ലെസ്ബിയൻസ്, മാസ്റ്റർബേഷന്, ഇതെല്ലാം തന്നെ ഇമോഷണലി ന്യൂറോളജിക്കലായിട്ടുള്ള റെസിഡ്യൂസ്, അതിൻ്റെ ചെറിയ ഭാഗങ്ങൾ നിങ്ങളുടെ ഉള്ളിലിടും. ഇതെല്ലാം തന്നെ സെക്ച്വൽ ഡ്രീംസിലേക്ക് നമ്മളെ നടത്തും. എന്നാൽ ചിലർ ഇങ്ങനെയുള്ള ഒരു ആക്ടിവിറ്റിയിൽ ഇടപെടുന്നില്ല, എന്നാലും അവർ സെക്ച്വൽ ഡ്രീംസ് കാണുന്നു. അത് പിശാച് നിങ്ങളെ നശിപ്പിക്കാനായിട്ട്, നിങ്ങളുടെ ഇമോഷൻസിനെ ഷെയ്ംഫുൾ ആക്കാനായി ഒരു ഉപകരണമാക്കുകയാണ്. ഇറ്റ്സ് എ പവർ ടൂൾ ഫോർ സൈറ്റൻ ടു ടോർമെൻറ്റ് യു. നിങ്ങളെ ടോർമെൻറ്റ് ചെയ്യാനായിട്ട് ഒരു സാത്താൻ ഉപയോഗിക്കുന്ന ഒരു പവർ ടൂളാണ്. അത് നിങ്ങൾക്ക് ഡിസ്കറേജ്മെൻറ്റ് കൊണ്ടുവരും. അത് നിങ്ങൾക്ക് വരുമ്പോഴേ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുകയില്ല, നാവ് കെട്ടിയതുപോലെ ആവും. അതുകൊണ്ട് എന്താണ് വൈ സൈറ്റൻ ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ സെക്ച്വൽ ഡ്രീംസ്? ഈ സെക്ച്വൽ ഡ്രീംസിൽ എന്തിനാണ് ഈ സൈറ്റൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത്? ഇതിൻ്റെ കാരണം ലോകത്തിൽ നിങ്ങൾ നോക്കിയാൽ സെക്സുമായി റിലേറ്റ് ചെയ്യുന്ന പാപങ്ങളാണ് കൂടുതലും കാണുന്നത്. സാത്താൻ നിങ്ങളുടെ സെക്ച്വൽ ഓർഗൻസ് നശിപ്പിക്കണം, അല്ലെങ്കിൽ അത് ഡിപ്ലീറ്റ് ചെയ്യണം, അത് ഡിഫൈൽ ചെയ്യണം എന്നൊക്കെയാണ് അവൻ്റെ ആഗ്രഹം. 1 കൊരിന്ത്യർ 6:18-19 വാക്യങ്ങളിൽ ദുർനടപ്പ് വിട്ട് ഓടുവീൻ, മനുഷ്യൻ ചെയ്യുന്ന ഏത് പാപവും ശരീരത്തിന് പുറത്താകുന്നു, ദുർനടപ്പുകാരനോ സ്വന്തം ശരീരത്തിന് വിരോധമായി പാപം ചെയ്യുന്നു. ഇവിടെ സ്വന്തം ശരീരത്തിന് വിരോധമായി പാപം ചെയ്യുന്ന പാപമാണ് ദുർനടപ്പ്.
അതുകൊണ്ട് 19-ാം വാക്യത്തിലെ ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരഭാവം നിങ്ങളുടെ ശരീരം എന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും നിങ്ങൾ അറിയുന്നില്ലേ? ആകയാൽ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. ഈ ശരീരം കൊണ്ട് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് നമ്മൾ ദൈവം ആഗ്രഹിക്കുമ്പോൾ, എന്നാൽ ഈ ശരീരം കൊണ്ട് നമുക്ക് ദുർനടപ്പിലേക്ക് പോകാനായിട്ടുള്ള ഒരു ടെൻഡൻസി പിശാച് കൊണ്ടുവരികയാണ്. ഈ ശരീരം ഒരു ഒബ്ജക്റ്റ് അല്ല, നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. പിന്നെ അത് ദൈവത്തിൻ്റെ ഒരു മന്ദിരമാണ്, ആലയമാണ്. ഒരു വീണ്ടും ജനിച്ച വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടതാണ്. പരിശുദ്ധാത്മാവ് വസിക്കുകയും ദൈവത്തിന് അവകാശപ്പെട്ടതുമാണ്. കർത്താവ് ചോര കൊടുത്ത് വാങ്ങിയാണ്. പരിശുദ്ധാത്മാവിനാൽ സീൽ ചെയ്യപ്പെട്ടവയാണ്. പരിശുദ്ധാത്മാവിനൊരു ശരീരമില്ല. അതിനാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ശരീരത്തിലൂടെയാണ് ഈ ലോകത്തിൽ പ്രവർത്തിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. അതിനാൽ പിശാച് അതിനെ നോട്ടമിട്ടിരിക്കുന്നു. എന്താണ് അതിനെ ഡിഫൈൽ ചെയ്യുക? ഈ ഡെലിക്കേറ്റ് ആയിട്ടുള്ള സെക്ച്വൽ ഓർഗൻസ് അത് നഷ്ടപ്പെടുത്തിയാൽ, അതിനകത്ത് പിശാച് കയറിയാൽ അതിൻ്റെ പ്യൂരിറ്റി, ശരീരത്തിൻ്റെ പ്യൂരിറ്റി നഷ്ടപ്പെടും, നമ്മുടെ ദേഹിയുടെ പ്യൂരിറ്റി നഷ്ടപ്പെടും, സ്പിരിറ്റിനെ കറപ്റ്റ് ചെയ്യാനായിട്ട് ഇടവരും എന്ന് നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് പിശാച് എപ്പോഴും അതിൽ കയറി കളിക്കാനായിട്ട് പിശാച് എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. 1 തെസ്സലോനിക്കർ 4:3-4 വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ, ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ, നിങ്ങൾ ദുർനടപ്പ് വിട്ടൊഴിഞ്ഞ് ഓരോരുത്തൻ ദൈവത്തെ അറിയാത്ത ജാതികളെ പോലെ കാമവികാരത്തിലല്ല വിശുദ്ധീകരണത്തിലും മാനത്തിലും താന്താൻ്റെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ. 1 തെസ്സലോനിക്കർ 4:3-4-5 വാക്യങ്ങളാണ് വായിച്ചത്. ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ ശുദ്ധീകരണമാണ്. അതുകൊണ്ട് ദുർനടപ്പ് വിട്ട് ഒഴിഞ്ഞ്, അതായത് ദുർനടപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ എപ്പിസോഡ് ചെയ്തിട്ടുള്ള ലൈംഗിക ഭാവത്തെക്കുറിച്ച് എപ്പിസോഡ് ചെയ്ത അവിടെ നമ്മുടെ ശരീരം മാത്രമല്ല ഇൻവോൾവ് ആവുന്നത്, നമ്മുടെ ആത്മാവും നമ്മുടെ ദേഹിയും ഇൻവോൾവ് ആവുന്നുണ്ട്. അതുകൊണ്ട് ദൈവം നമ്മുടെ ശരീരത്തെയും ആത്മാവിനെയും ദേഹിയെയും ശുദ്ധീകരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. 1 തെസ്സലോനിക്കർ 5:23-ലും 24-ലും അതാണ് പറയുന്നത്. സമാധാനത്തിന് ദൈവം തന്നെ നിങ്ങളെ മുഴുവൻ ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടുകയും കാക്കപ്പെടുകയും ചെയ്യുമാറാകട്ടെ. അതും ദൈവം നമ്മളെ പൂർണ്ണമായിട്ട് ശുദ്ധീകരിച്ച് കൊണ്ടുപോകാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ സെക്ച്വൽ ഇമ്പ്യൂരിറ്റിയിലാണെങ്കിൽ നമ്മളെ ഓർക്ക് നമ്മുടെ അഭിഷേകം മോഷ്ടിച്ചുകൊണ്ട് പോകുന്നതായി നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് വിവാഹത്തിന് പുറത്ത് ഉള്ള ഒരു സെക്ച്വാലിറ്റി നിങ്ങൾ ചെയ്യാൻ പാടില്ല, അത് നമ്മൾക്ക് ഉള്ളതല്ല എന്ന് നമ്മൾ ചിന്തിക്കുക. നേരത്തെ സെക്ച്വൽ സിൻസിനെ കുറിച്ച് പറഞ്ഞപ്പോഴേ ഞാൻ അതിനെക്കുറിച്ച് ക്ലിയറായിട്ട് വ്യക്തമാക്കിയിരുന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. സാധാരണ ഈ സെക്ച്വൽ സിൻസ് ഈവിൾ സ്പിരിറ്റാണ് ഉണ്ടാക്കുന്നത്. അതാണോ ഇല്ലയോ എന്ന് ചിലപ്പം ഒൺസിൻ്റെ വയൽ വല്ലതും ചിലപ്പം വല്ല ക്ഷീണത്തിൽ നിന്നോ ഒക്കെ ചിലപ്പോൾ അത് ഉണ്ടാകാം, അങ്ങനെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. എന്നാൽ ഈവിൾ സ്പിരിറ്റ് ഉണ്ടാക്കുന്നതാണെങ്കിൽ അത് റിപ്പീറ്റഡായിട്ട് വന്നുകൊണ്ടിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ക്ഷീണം തരും, സ്പിരിച്വലി നിങ്ങളെ വീക്കാക്കും. നേരത്തെ പറഞ്ഞാണ് പ്രാർത്ഥിക്കാൻ സാധ്യമല്ല, മരവിപ്പ് എല്ലാ മേഖലകളിലും ഉണ്ടാവും. ഇത് ഡെമൺ കൊണ്ടുവരുന്നതാണ്. നിങ്ങൾ റിജക്റ്റ് ചെയ്യപ്പെട്ട് നിങ്ങൾ കുറ്റബോധം ഉണ്ടാകുന്നു, ജോയി സമാധാനം നഷ്ടപ്പെടുന്നു, സന്തോഷം നഷ്ടപ്പെടുന്നു, ഡിപ്രഷൻ വരുന്നു, ഗിൽറ്റ് ഫീലിംഗ് വരുന്നു. ഇതെല്ലാം ഡെമൺ കൊണ്ടുവരുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ഇതിനെക്കുറിച്ച് നമുക്ക് ഇനിയും കൂടുതലായിട്ട് ചിന്തിക്കണം. ചിന്തിക്കുക മാത്രമല്ല, നമ്മൾ ഇതിൽ നിന്ന് പ്രാർത്ഥിച്ച് ജയമെടുക്കണം. അടുത്ത എപ്പിസോഡിൽ ഈ കോമൺ ഡോർസ്, നമ്മൾ ഒരു എപ്പിസോഡിൻ്റെ ഇവിടെ സമയം ഞാനിവിടെ നിർത്തുകയാണ്. കോമൺ ഡോർസ് ഓഫ് സെക്ച്വൽ ഡ്രീംസ് ആൻഡ് ഓപ്പറേഷനെ കുറിച്ചാണ് അടുത്ത എപ്പിസോഡിൽ നമ്മൾ പറയുന്നത്. എങ്ങനെയാണ് ഈ സാധനങ്ങൾ ഉള്ളിലേക്ക് കയറി വരുന്നത്? അത് നിങ്ങൾ ശ്രദ്ധയോട് കേൾക്കുക. അത് ഈ സെക്ച്വൽ ഡ്രീംസിനെ നമുക്ക് കട്ട് ചെയ്യണം. കാരണം ഇത് നമ്മളെ മിക്കവാറും നശിപ്പിച്ച് കളയുന്ന ഒന്നാണ്. അവിടെ നമുക്കിത് കട്ട് ചെയ്യണം. അതിൻ്റെ ഡോർ എന്താണെന്ന് മനസ്സിലാക്കുക, ഡോർ അങ്ങ് അടയ്ക്കുക. അതാണ് എൻ്റെ മാർഗം. പല സമയങ്ങളിലായിട്ട് ഞാനത് പല എപ്പിസോഡുകളിലായിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ സ്പിരിച്വൽ ഹസ്ബൻഡ് വൈഫും ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടും ദുർനടപ്പ് സെക്ച്വൽ സിൻസുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്തതൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഇതിൻ്റെ കോമൺ ഡോർസിനെ കുറിച്ച് പറയും, അത് നമ്മളെ ക്ലോസ് ചെയ്യുന്നതിനായിട്ട് നമുക്ക് എടുക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇത് കണ്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ടവരെല്ലാം ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്.
ഈ ദിവസങ്ങളിലെ കർത്താവെ ലൈംഗിക സ്വപ്നങ്ങൾ ഇന്ന് വന്നിട്ട് ജീവിതത്തെ അത് നാശയോഗ്യമാക്കി തീർക്കുന്ന കർത്താവെ ഇന്ന് പൈശാചിക ശക്തികൾ ഇന്ന് അനേകം ആളുകളുടെ ജീവിതത്തിലുണ്ടല്ലോ. ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഈ അറിവ്, ഈ തിരിച്ചറിവ് തന്നെ ഇതിൽ നിന്നുള്ളൊരു വലിയ വിമോചനം ഞങ്ങൾക്ക് വരുന്നതിന് കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നീ ഞങ്ങളെ വിടുവിക്കുന്ന ദൈവമാണ്, ഞങ്ങളുടെ പ്രയാസങ്ങളിൽ നിന്ന് വിടുവിക്കുന്ന ദൈവമാണ്. പ്രത്യേകിച്ചും ഈ ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ, ലൈംഗിക സ്വപ്നങ്ങൾ ജീവിതത്തിൽ വന്ന് തകർന്നു പോകാതിരിക്കാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണം. തുടർമാനമായി ഇത് വാച്ച് ചെയ്യുമ്പോഴേ കർത്താവെ, അടുത്ത എപ്പിസോഡിലൊക്കെ ഞങ്ങൾ ഡെലിവറൻസ് പ്രയർ എടുക്കുമ്പോഴേ ഇതിനൊക്കെ പൂർണ്ണമായിട്ട് ഞങ്ങളെ വിടുവിക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടോർത്ത് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ, ആമേൻ. ഇത് നിങ്ങൾ കാണുക, തുടർമാനമായി കാണാൻ നമ്മളെ അടുത്ത എപ്പിസോഡോടുകൂടി ഈ ലൈംഗിക സ്വപ്നത്തിനെ കുറിച്ച് നിർത്തും. കാരണം ഇത് വെറുതെ ഇങ്ങനെ നമ്മൾ ഒരുപാട് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. കാരണം നമുക്ക് ഇന്നെല്ലാം ഡെലിവറൻസ് ആണ് ആവശ്യം. അതുകൊണ്ട് ഈ ദിവസങ്ങൾ നമുക്ക് അതിന് ഡെലിവറൻസ് എടുക്കാം. നിങ്ങൾ നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റുകൾ അയച്ചു തരിക. അതുപോലെ നിങ്ങളെ വിളിച്ചാൽ പ്രാർത്ഥിക്കാവുന്നതാണ്. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.